ടെല്ലവീവ് എയർപോർട്ടിലേക്ക് ഒരു മിസൈൽ വന്ന് പതിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് അയൺ ഡോം തടഞ്ഞില്ല എന്ന് ചോദ്യമുണ്ട്. അയൺ ഡോമിന് ചില പരിമിതികളുണ്ട്. അയൺ ഡോമിന് രൂപം കൊടുത്തിരിക്കുന്നത് അയൽപക്കത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ്. 4 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെയുള്ള ആക്രമണങ്ങളാണ് അവർ പിടിക്കുന്നത്. ഇത് വളരെ ദൂരം നിന്നും വന്നതാണ്. എന്തുകൊണ്ടാണ് അത് തടയാൻ കഴിയാത്തത്? ഏതാണ്ട് 4 ലെയർ സംവിധാനമുണ്ട്, സുരക്ഷാ സംവിധാനമുണ്ട്. 4 ലെയർ വ്യോമ പ്രതിരോധം കടന്നാണ് ഈ മിസൈൽ ഇസ്രായേലിന്റെ മണ്ണിൽ, അതും എയർപോർട്ടിൽ വന്ന് പതിച്ചത്. ഇസ്രായേൽ വലിയ നാണക്കേടാണ്, തിരിച്ചടിയാണ്. അതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇസ്രായേൽ സുരക്ഷിതമായിരിക്കുന്നത് തന്നെ അവർക്ക് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഏതാണ്ട് 1.5 മാസത്തിന് മാർച്ച് 7-ാം തീയതിക്ക് ശേഷം ഏതാണ്ട് 270 തവണ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു. അതിൽ ഒന്നുപോലും ഇവിടെ വീണില്ല. മിക്കതും തകർത്ത് കളഞ്ഞു, പലതും അവിടെ തന്നെ വീണു. ഒരു കുഴപ്പവും ഇതുണ്ടാക്കിയിട്ടില്ല. ആദ്യമായാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ ഹൃദയത്തിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കുന്നത്. ഇത് മഹാദുരന്തമാണ് ഒഴിഞ്ഞു പോയത്. അല്പം മാറി 75 മീറ്റർ മാറി ഈ എയർപോർട്ട് കെട്ടിടത്തിലാണ് വീണിരുന്നതെങ്കിൽ നിരവധി പേർ മരിക്കുമായിരുന്നു. ഇനി അതല്ല, ഇത് എയർപോർട്ടിലെ റൺവേയിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ധാരാളം വിമാനങ്ങൾ കത്തിച്ചാമ്പലാകുമായിരുന്നു. ഇനി അത് മാത്രമല്ല, ഇത് എയർപോർട്ടിന് തൊട്ടടുത്താണ് എത്തിയിരിക്കുന്നത്. ആകാശത്തു കൂടിയാണ് വന്നത്. വലിയ വിമാനത്താവളമാണ്. വിമാനങ്ങൾ പറന്നിറങ്ങുകയും പറന്നു പൊങ്ങുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഏതെങ്കിലും ഒരു വിമാനത്തിൽ അത് തൊട്ടിരുന്നെങ്കിൽ ആ വിമാനം കത്തിച്ചാമ്പലാകുമായിരുന്നു. വലിയ ദുരന്തമാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. ആരും മരിച്ചിട്ടില്ല എന്നതുപോലും അത്ഭുതകരമാണ്. ഇസ്രായേലിന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ആർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2023 ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേലിന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.